ാണ് 3 ഇഞ്ചിൻ്റെ പൈപ്പാണ് ഞാനിവിടെ യൂസ് ചെയ്തേക്കുന്നത്. പിന്നെ ഇതിനാവശ്യമായിട്ട് വരുന്നത് ഗ്രോ ബാഗ്, തിരി, ഇതെല്ലാം കൂടെ ഇത് മാത്രം മതി ഇതിനാവശ്യമായിട്ടുള്ളത്. ഇത് നമ്മൾ തന്നെ സ്വന്തമായിട്ട് അതിൻ്റെ ഒരു ബിറ്റ് മാത്രം മേടിച്ചിട്ടുള്ളൂ പുറത്തുനിന്ന്. പിന്നെ അത് നമ്മൾ അതിനൊരു ഹോൾ ഇട്ടിട്ട് അതിനകത്തൂടെ ആ തിരി സെൻറ്ററിൽ നോക്കി വെക്കും. എന്ന് വെച്ചാൽ ആ തിരി വളയാൻ പാടില്ല. വളഞ്ഞു കഴിഞ്ഞാൽ വെള്ളം ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ചെടിയുടെ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം മാത്രം നമുക്ക് വെള്ളം പാഴായി പോകത്തില്ല. എന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ 2 ദിവസം ഇല്ലെങ്കിലും നമുക്കിപ്പോൾ ചെടിക്ക് ഒരു വാട്ടലോ അങ്ങനെയുള്ള തളർച്ച അങ്ങനെയൊന്നും നമുക്ക് അനുഭവപ്പെടത്തില്ല. എപ്പോഴും നല്ല ഹെൽത്തി പ്ലാന്റായിട്ട് തന്നെ ഇത് നിൽക്കും. പിന്നെന്ന് വെച്ചാൽ നമ്മൾ വളപ്രയോഗം എന്ന് വെച്ചാൽ ചെടിയുടെ ചുവട്ടിൽ കൊടുക്കുന്നത് വേരിൽ ഡയറക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഇതിന് വെള്ളം ഒഴിക്കുന്നതിനായിട്ട് ഇതിൻ്റെ എൻഡിനൊരു എൻഡ് ക്യാപ്പ് വെച്ചിട്ടുണ്ട്. അതിൽ കൂടെ നമുക്ക് വളപ്രയോഗം ചെയ്യാൻ പറ്റും. ജൈവ സലറികളൊക്കെ ഞാനിവിടെ ഉപയോഗിക്കുന്നതെല്ലാം ജൈവ രീതിയിലുള്ള വളങ്ങൾ മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. ജൈവ കീടനാശിനികൾ, ജൈവ സലറികൾ എല്ലാം വീട്ടിൽ തന്നെ തയ്യാറാക്കുന്നത് മാത്രമാണ്